ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് രാവിലെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് നമ്മളിനി 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഒരാൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പം കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം 1 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതൊരുപാട് സമയമൊന്നും വേണ്ട, വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇത് റെഡിയായിട്ട് കിട്ടും. നമ്മുടെ മുട്ടാപ്പത്തിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇത്. പക്ഷേ മുട്ടാപ്പത്തിൻ്റെ ടേസ്റ്റിൽ നിന്നും കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അരി കുതിർത്ത് വെക്കാനൊക്കെ മറന്നു പോകുന്ന സമയത്തൊക്കെ രാവിലെ അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല. കറി ഇല്ലാണ്ടും നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.